ഞാൻ ഐഷ ഹിബ ഫ്രം മൈൻഡ്സ് മെൻറ്ററിംഗ്. നിങ്ങളുടെ സക്സസിൽ നിന്നും നിങ്ങളെ തടയുന്ന നിങ്ങളുടെ ശത്രു ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശത്രു എന്ന് പറയുമ്പം നിങ്ങൾക്ക് ആരെ ആദ്യം മനസ്സിൽ വന്നത്? പൊതുവെ പുറത്തുള്ള ഏതെങ്കിലും ആളുകളെ ആയിരിക്കും, അല്ലെ നമ്മുടെ ലൈഫിൽ നമുക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ള ആളുകളെ ആയിരിക്കും, അല്ലേ? എന്നാൽ നിങ്ങളൊന്ന് മാറി ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ഫെയിലിയറിന് പുറത്തുള്ള ഒരാളാണോ കാരണം? പക്ഷെ ഞാൻ പറയുന്നത് പുറത്തുള്ള ഒരാളല്ല എന്നാണ്. കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ചിന്താഗതികൾ, നമ്മൾ ഓരോന്ന് ചിന്തിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഫെയിലിയറിന് ഏറ്റവും വലിയ കാരണമാകുന്നത്. പൊതുവെ കണ്ടുവരുന്ന ഒരു 6 കാരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് നിങ്ങൾ മാറ്റി നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സക്സസ് തന്നെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ 6 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വീഡിയോ മൊത്തം മുഴുവനായിട്ട് കാണുക എന്നുള്ളതാണ്. ആദ്യത്തെ നിങ്ങളെ ഏറ്റവും വലിയ എനിമി ആരാണെന്ന് നോക്കാം. അത് എല്ലാം ഒരുപോലെ നിലനിൽക്കും, അല്ലെ കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളും നിലനിൽക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ആണ്. പൊതുവെ അത് നമ്മുടെ ഇമോഷന്റെ കാര്യത്തിലാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഹാപ്പിനെസ് വന്നു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ നമ്മൾ. ഹാപ്പിനെസ്സിനാണ് പ്രത്യേകിച്ച് വരിക. സാഡ്നെസ് ആണ് നമ്മൾ ആഗ്രഹിക്കില്ല ജീവിതകാലം മുഴുവൻ സാഡായിട്ടിരിക്കാൻ. പക്ഷെ ഹാപ്പിനെസ് വരുന്ന സമയത്ത് ജീവിതകാലം മുഴുവൻ ഇത് നിലനിൽക്കും, ഇത് കോൺസ്റ്റന്റ് ആണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അതേസമയം ഒരു സാഡാകുന്ന സമയത്ത് കുറച്ച് മുന്നേ ഹാപ്പി ആയിരുന്നല്ലോ, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ എന്ന് ആലോചിച്ച് എപ്പോഴും ഇമോഷൻസ്, കുറച്ച് മുന്നേ ഉണ്ടായ ഇമോഷൻസും ഇപ്പം ഉണ്ടായ ഇമോഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു കാര്യം കണ്ടുവരുന്നുണ്ട്. എന്തിനാണ് ഇത്? ഒരിക്കലും ഇത് ആവശ്യമില്ല. നമ്മുടെ ലൈഫിൽ ഇമോഷൻസിനെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട സമയമായിട്ടുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഇമോഷൻസ് മാറി മറിഞ്ഞു വരുമ്പോഴേ നമ്മുടെ ഫീലിങ്സിന് ഒരു വിലയുള്ളൂ. എപ്പോഴും ഹാപ്പി ആയിട്ട് പോവുകയാണെങ്കിൽ ലൈഫിൽ എന്താ ഒരു ത്രില്ല്, അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ്, എപ്പോഴും ഹാപ്പി ആയിട്ട് പോവുക. പക്ഷേ ഹാപ്പിനെസ് നിലനിൽക്കണമെങ്കിൽ സാഡ്നെസ് വേണം എന്നുള്ളത് നിങ്ങൾക്കറിയോ? ദുഃഖമില്ലാതെ സന്തോഷമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പൊതുവെ കണ്ടുവരുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇപ്പോൾ കൂട്ടുകാരെപ്പോഴൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ നല്ല രീതിയിൽ സന്തോഷിച്ച് എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് വല്ലാതെ ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും, ഇന്ന് രാത്രി എന്തായാലും കരയേണ്ടി വരും, എന്തോ വലുത് വരാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഈ ചിരി എന്നുള്ളത്. അത് ശരിയായൊരു ചിന്തയാണോ? ഒരിക്കലും അല്ല. ശരിയാണ്, ഹാപ്പിനെസ് ഉണ്ടാവണേ സാഡ്നെസ് ഉണ്ടാവണം, സാഡ്നെസ് ഉണ്ടാവണേ ഹാപ്പിനെസ് ഉണ്ടാവും. ദുഃഖവും സന്തോഷവും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ പോലും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് എൻജോയ് ചെയ്യാൻ പഠിക്കണം നമ്മൾ. അല്ലാതെ ഇതിന് പിന്നിൽ ഒരു സാഡ്നെസ് വരും അത് ആലോചിച്ച് ഇപ്പോഴേ ടെൻഷൻ ആവേണ്ട ഒരാവശ്യമില്ല. ഹാപ്പിനെസ്സും സാഡ്നെസ്സും രണ്ടും ഒരു ഇമോഷൻസ് ആണ്, അത് എൻജോയ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും എല്ലാം എപ്പോഴും നിലനിൽക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിൽ നല്ലൊരു മാറ്റം മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ശത്രു. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം വരുന്ന കാണാം. എന്നാൽ രണ്ടാമത്തെ ശത്രു ആരാണെന്ന് നോക്കിയാലോ? നമ്മൾ ഫെയിലിയേഴ്സിൽ തന്നെ ശ്രദ്ധിക്കുക, അല്ലെ അതിൽ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ശത്രു. നമ്മുടെ ലൈഫിൽ സക്സസും ഫെയിലിയേഴ്സും ഒക്കെ ഒരേ സമയം നടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ സക്സസിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ ഫെയിലിയേഴ്സിൽ ശ്രദ്ധിച്ച് എന്താ എനിക്കിങ്ങനെ ഉണ്ടായേ എന്ന് ചിന്തിക്കുന്നത് കാണാം. ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ടെന്ന് അതിലൂടെ മനസ്സിലാവും. ഒരു എക്സാം റിസൾട്ട് വന്നു, നിങ്ങൾക്ക് ഒരു എ കിട്ടി, 2 ബി കിട്ടി, 2 സി കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഏതാ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക? 2 സി കിട്ടിയില്ലേ എന്നല്ലേ ആലോചിക്കുക, അല്ലാണ്ട് ഒരു എ കിട്ടി എന്നല്ലല്ലോ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു സക്സസ് ഉണ്ടായി എന്ന് പറയുന്നത് നല്ലൊരു മാർക്കാണ്, നിങ്ങൾക്ക് അത് കിട്ടി, അത് ചിന്തിക്കുന്നില്ല. അതിലുപരി എന്താണ് ചിന്തിച്ചത്? എനിക്ക് സി കിട്ടി എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ മുന്നോട്ട് എന്താ ചെയ്യാൻ പോണത്? എ ഫോക്കസ് ചെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സി ഇമ്പ്രൂവ് ചെയ്യും. എങ്ങനെ? സിയിൽ ഫോക്കസ് ചെയ്ത് എയിലുണ്ടായിരുന്നത് കൂടി കുറഞ്ഞ് അടുത്ത എക്സാം വരുന്ന സമയത്ത് എ കിട്ടിയ സബ്ജക്റ്റിന് എയിൽ നിന്നും ബിയിലേക്ക് പോകുന്നു, സി ഒന്ന് കൂടിപ്പോയി കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആകും. എന്നാൽ നമ്മുടെ കോൺഫിഡൻസ് കുറയുന്ന കാണാൻ പറ്റും. നേരത്തെ കിട്ടിയ എ പോലും ഇപ്പം ഇല്ല. അതേസമയം നിങ്ങളൊന്ന് മാറി ചിന്തിച്ച് നോക്കൂ.
ഒരു വിഷയത്തിനായി കിട്ടി, ഒരു വിഷയത്തിനായി കിട്ടിയല്ലോ. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ആ ഒരു, അല്ലെ ഏറ്റവും കൂടുതൽ കഴിവ് ആ ഒരു വിഷയത്തിലായിരിക്കുന്നു മനസ്സിലാക്കി. അതിലെനിക്ക് കുറച്ചുകൂടി ഷൈൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി കുറച്ചുകൂടി ഫോക്കസ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇമ്പ്രൂവ് ആകുന്ന, അല്ലെ അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്നതോട് കൂടി തന്നെ ബാക്കിയുള്ള സിയും ബിയും കിട്ടിയ സബ്ജക്ട്സും ഇമ്പ്രൂവ് ആവുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഇമ്പ്രൂവ്മെന്റ് എന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവുന്നത് കൊണ്ടാണ്. ഇത് നേരത്തെ ചെയ്ത മാതിരി സി ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് മാർക്ക് കുറഞ്ഞു പോകുന്നത്. എന്നാൽ ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസും വർദ്ധിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ രണ്ടാമത്തെ ശത്രുവിനെ ഇല്ലാതാക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ മൂന്നാമത്തെ ശത്രു ആരാണെന്ന് നോക്കിയാലോ, അത് കംഫർട്ട് സോണാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടില്ല ഒരു ഇമാജിനറി സ്പേസ് ആണ് ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഗ്യാങ് ഉണ്ടെന്ന് കരുതുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലരൊക്കെ ഞാൻ കാണാറുണ്ട്, ആ ഒരു ഗ്യാങ് വിട്ട് വേറെ എവിടെയും ഫ്രണ്ട്സ് ഉണ്ടാവില്ല. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ഗ്യാങ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ അതെന്തുകൊണ്ടാണ്? അവർ തന്നെ വിശ്വസിച്ച് വെച്ചിട്ടുണ്ട് അതാണ് എൻ്റെ കംഫർട്ട് സോൺ, അതിൻ്റെ പുറത്ത് പോകാനുള്ളൊരു കഴിവ് എനിക്കില്ല എന്ന്. എന്നാൽ അതിലേറെ ഒന്ന് മാറി ചിന്തിച്ച് നോക്കും. ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് തുടങ്ങിയാൽ എല്ലാവരുമായിട്ട് കമ്പനിയാകും, കുറേ ഫ്രണ്ട്സ് കിട്ടും, അങ്ങനെ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ മാത്രമല്ല, ജീവിതത്തിലൊക്കെ നമുക്ക് മാറുന്ന കാണാൻ പറ്റും. ജീവിതത്തിൽ ഏതൊരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മളൊരു ഇമാജിനറി ആയിട്ട് കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഇതാണ് എനിക്ക് കംഫർട്ട്, അല്ലെ ഇതിൻ്റെ പുറത്ത് പോകാനുള്ള ധൈര്യം എനിക്കില്ല എന്ന് നമ്മൾ സ്വയം വിശ്വസിച്ച് നമ്മുടെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും. അത് ബ്രേക്ക് ചെയ്യാൻ പഠിക്കുക, അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ആ മൂന്നാമത്തെ കംഫർട്ട് സോൺ എന്ന് പറയുന്ന ശത്രുവിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ തന്നെ നല്ല മാറ്റങ്ങൾ വരുന്നത് കാണാൻ പറ്റും. ഇതെങ്ങനെ ബ്രേക്ക് ആക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്, നിങ്ങൾ പൊതുവെ കാണാറില്ലേ, നിങ്ങളിപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ജോലിക്ക് പോകുന്നു, കഴിയുന്നു, വീട്ടിൽ വരുന്നു, പിന്നെ ഈ റൊട്ടീൻ സ്ഥിരം തുടരുകയാണ്. എന്തെങ്കിലും ലൈഫിനൊരു ത്രില്ലുണ്ടോ? ഇല്ലല്ലേ. അതാണ് നിങ്ങളുടെ കംഫർട്ട്സ്. എന്താ വെച്ചാൽ ആ റൊട്ടീനിൽ മാറ്റം വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ വരും, ചിലപ്പോൾ ഒരു സുഖം കിട്ടിയില്ല എന്നൊക്കെ വരും. അതേസമയം ആ റൊട്ടീനൊന്ന് ബ്രേക്ക് ചെയ്ത് ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയിട്ടും ഇടയ്ക്കൊന്ന് ഫാമിലിയായിട്ട് മൂവിക്ക് പോവുക, അങ്ങനെ റൊട്ടീൻസിന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ, നിങ്ങളുടെ കംഫർട്ട് സോണിന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം മാറ്റം വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമുക്കെന്നാൽ അടുത്ത എനിമി ആരാണെന്ന് നോക്കിയാലോ. നാലാമത്തെ എനിമി എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്, അല്ലെ നിങ്ങൾക്കൊന്നിനും കഴിവില്ല എന്ന് സ്വയം വിശ്വസിക്കലാണ്. ഒരിക്കലും നിങ്ങളെ വിശ്വാസങ്ങളല്ല നിങ്ങളെ ഫെയിലിയറിലേക്ക് നയിക്കുന്നത്, നിങ്ങൾക്ക് വിശ്വാസമില്ലായ്മയാണ് നിങ്ങളെ ഫെയിലിയറിലേക്ക് നയിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ആൽക്കമിസ്റ്റ് നോവൽ എല്ലാവരും വായിച്ചിട്ടുണ്ടാവില്ലേ? ആ നോവലിൽ പറയുന്നത് പ്രകാരം നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് പറയുന്നത്. എന്നാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ അത് ലോകം മുഴുവനല്ല നമ്മുടെ കൂടെ നിൽക്കുന്നത്, നമ്മൾ തന്നെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ കൂടെ നിന്നാൽ മാത്രം മതി നമുക്ക് ആഗ്രഹമുള്ള സാധനം അല്ലെങ്കിൽ ആഗ്രഹമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനും എന്തിനും കഴിയും. നമ്മൾ നമ്മുടെ കൂടെ വേണം ആദ്യം എന്നുള്ളതാണ്. എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് സ്വയം വിശ്വസിച്ച് കഴിഞ്ഞാൽ വേറെ ആരും നമുക്ക് ആവശ്യമില്ല. സ്വയം വിശ്വാസമില്ലാതെ ഒരിക്കലും മറ്റുള്ളവരെ നമ്മളെ വിശ്വസിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിലെ ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ശരീരം ചെയ്യണമെങ്കിലും നമ്മുടെ മൈൻഡ് അത് വിശ്വസിക്കണം എന്നുള്ളതാണ്. മൈൻഡിലാണ് നമ്മുടെ കഴിവുകൾ കിടക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല. അപ്പം മൈൻഡാണ് ഓവറോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് സ്വയം വിശ്വസിക്കാൻ തുടങ്ങുക. സ്വയം വിശ്വാസം വന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് വളർന്ന് നല്ലൊരു സക്സസ്സിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അടുത്ത എനിമി ആരാണെന്ന് നോക്കിയാലോ, അത് നിങ്ങളുടെ കഴിവില്ലായ്മകളും വീക്ക്നെസ്സും പുറത്ത് കാട്ടാൻ മടിക്കുന്നതാണ്. എന്തിനാണ് നിങ്ങൾ ഇതിന് മടിക്കുന്നത് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നമ്മളെല്ലാവരും ഒരു മാസ്ക് ഇട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസ് ഒത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം മാസ്ക് ഇട്ടങ്ങാണ്ട് ആട്ടുംതോലിട്ട ചെന്നായി എന്ന് പറയുന്നത് പോലെ നമ്മളല്ലാതെ മറ്റെന്തോ ആയിട്ട് ജീവിക്കുകയാണ്. ഒരിക്കലും ഞാൻ ആ ഒരു രീതിയിൽ അല്ല പറയുന്നത്, ഒരു ആട്ടുംതോലിട്ട ചെന്നായി എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ ട്രൂ സെൽഫ് കാണിക്കാതെ മറ്റെന്തോ പുറത്ത് കാണിച്ച് ബാക്കിയുള്ള ആളുകൾ എന്ത് കരുതും
ഞാൻ എൻ്റെ സ്വയം അല്ലെങ്കിൽ എൻ്റെ സ്വന്തം സ്വഭാവം പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചിന്തിക്കും, അവരുടെ എക്സ്പെക്ടേഷൻസ് ഒത്താവില്ലല്ലോ എന്ന് ആലോചിക്കൽ. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ എന്തിനാണ് മറ്റുള്ള ആളുകളുടെ എക്സ്പെക്ടേഷൻസിനൊത്ത് ജീവിക്കുന്നത്? നിങ്ങൾ എന്താണോ എന്നുള്ളത് പുറത്ത് കാണിച്ചു കൊടുക്കുക. അത് അക്സെപ്റ്റ് ചെയ്യുന്നവർ അക്സെപ്റ്റ് ചെയ്താൽ മതി, അല്ലാത്തവർ പോയിക്കൊള്ളുക എന്നുള്ളൊരു ടേംസ് സ്വയം സ്വീകരിക്കുക. അല്ലാതെ എല്ലാവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്തിട്ടൊരു ജീവിതം ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്നതല്ല. കാരണം ഒരിക്കലും എല്ലാവരുടെയും എക്സ്പെക്ടേഷൻസ് ഒത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും ഒരിക്കലും നമ്മൾ ഓക്കെ ആവില്ല, നമ്മുടെ എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല. നമ്മൾ നമ്മുടെ തന്നെ കേസ് എടുത്ത് നോക്കും, നമുക്ക് എല്ലാവരെയും പറ്റുമോ? ഇല്ല. അവരുടെ എല്ലാ സ്വഭാവവും നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും. സോ നിങ്ങൾ എങ്ങനെയാണോ അത് പുറത്ത് കാട്ടുക, അത് സ്വീകരിക്കുന്നവർ സ്വീകരിച്ചാൽ മതി എന്ന് വിശ്വസിക്കുക. അല്ലാതെ ബാക്കിയുള്ളവരെ കാണിച്ച് ജീവിക്കാൻ വേണ്ടി, അല്ല അവരുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി എന്തോ നമ്മുടെ ലൈഫ് മാറ്റി കൊണ്ടുവരാതിരിക്കുക. ഇതൊരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് തരില്ല. ഇത് വല്ലാതെ സാഡ്നെസ് മാത്രമേ നിങ്ങൾ എന്തോ ആക്ട് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ ലഭിക്കും. ഒരിക്കലും ലൈഫ് ആക്ട് ചെയ്ത് പോകാനുള്ളതല്ല. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ലൈഫ് ജീവിച്ച് തീർക്കേണ്ടതാണ് എന്നുള്ളത് ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് വരികയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയും ഉള്ളൂ എന്ന് വിശ്വസിക്കുക, മനസ്സിലാക്കുക. നമുക്ക് അവസാനത്തെ എനിമി ആരാണെന്ന് നോക്കിയാലോ? അവസാനത്തെ എനിമി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്ടേഷൻസ് ആണ്. അതാണ് നമ്മുടെ മെയിൻ വില്ലൻ എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കുറേ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടാണ് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് ഈ ഒരു തരത്തിൽ വരണം, അല്ലെങ്കിൽ നമുക്കപ്പം തന്നെ ഒരു സങ്കടമാണ് അല്ലേ? അത് ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് തന്നെ പറയാണ്. ഒരു എക്സാം എഴുതാൻ പോയി എന്ന് കരുതുക, നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ടാവും, നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, റിസൾട്ട് ഫുൾ A+ പ്രതീക്ഷിച്ചേക്ക് ചിലപ്പോൾ നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ടാവും. പക്ഷേ പ്രതീക്ഷ പോലെ എക്സാമിന് റിസൾട്ട് വന്നപ്പോൾ വലിയ മാർക്കില്ല. നമ്മളെ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ വല്ലാതെ അങ്ങ് സങ്കടപ്പെടും. ചിലപ്പോൾ ഒരു A+ ഒക്കെ പോയിട്ടുണ്ടാവും ഫുൾ A+ന്ന്, പക്ഷേ അപ്പോഴും വല്ലാതെ സങ്കടപ്പെടുന്ന കാണാം. അതേസമയം കിട്ടിയ മറ്റ് A+കളിൽ ഫോക്കസ് ചെയ്യാതെ നമുക്ക് കിട്ടാതെ പോയതിൽ വല്ലാതെ സങ്കടപ്പെടും. എന്തുകൊണ്ടാണ്? നമ്മൾ എക്സ്പെക്ടേഷൻസ് വെച്ചത് കൊണ്ടാണ്. അതേസമയം ഞാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്, എന്ത് വന്നാലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടുന്ന മാർക്കും വലുതായിരിക്കും, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. ചെയ്ത പ്രവൃത്തിക്ക് നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുകയും റിസൾട്ടിൽ വലുതായിട്ട് അങ്ങ് ഫോക്കസ് ചെയ്ത് വെറുതെ നമ്മുടെ സന്തോഷം നമ്മൾ കളയാൻ നിൽക്കില്ല. അത് തന്നെയാണ് ലൈഫിൽ. ഒരിക്കലും എക്സ്പെക്ടേഷൻസ് വെക്കരുത്. ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വല്ലാതെ അങ്ങ് എക്സ്പെക്ട് ചെയ്യും, ഇത് ഇങ്ങനെയായിരിക്കണം അങ്ങനെയായിരിക്കും. ലൈഫ് മൊത്തത്തിൽ നമുക്ക് എക്സ്പെക്ടേഷൻസ് ആയിരിക്കും അല്ലേ? ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് അതേ റിസൾട്ട് കിട്ടി മുന്നോട്ട് പോകുന്ന ലൈഫിന് ത്രില്ലുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളൊരു മൂവിയാണ് എക്സാമ്പിളായിട്ട് എടുക്കുക. മൂവിയിൽ എപ്പോഴും ഒരേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്, ഒരു ട്വിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൂവി കാണാൻ ഒരു ത്രില്ല് ഉണ്ടാവുമോ? ഇല്ലല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ റിയൽ ലൈഫിൽ വരികയാണെങ്കിലും ഒരിക്കലും നമുക്ക് ത്രില്ലില്ലാണ്ട് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ഇല്ലാണ്ട് മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ മാത്രം മുന്നോട്ട് പോകുമ്പോൾ വലിയ ഭംഗിയൊന്നും ലൈഫിന് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. ഈ 6 കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക എന്നുണ്ടെങ്കിൽ നല്ല മാറ്റമുള്ളൊരു ലൈഫ്, അല്ലെങ്കിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള നല്ല സക്സസ് ലഭിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലുള്ള എന്തെങ്കിലും കോൺഫിഡൻസ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടോ? റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെ മാനസികമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണം, കേൾക്കാൻ ആളില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ ഈ കണ്ടന്റ് ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള മറ്റു കണ്ടന്റിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.